അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിത ജി നായരുടെ സഹോദരൻ ഇന്ന് വൈകിട്ട് അഹമ്മദാബാദിലേക്ക് തിരിക്കും. DNA പരിശോധനയ്ക്ക് ശേഷമാകും മൃതദേഹം വിട്ടു നൽകുക. രഞ്ജിതയുടെ വീട് ആരോഗ്യമന്ത്രി വീണ ജോർജ് സന്ദർശിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കുമെന്നും DNA പരിശോധനാ ഫലം ലഭിക്കാൻ 72 മണിക്കൂർ വേണ്ടിവരുമെന്നും വീണ ജോർജ് പറഞ്ഞു. യോഗം തീർച്ചയായിട്ടും ഈ നാടിന്റെ അപാര ദുഃഖമാണ്. 2 കുരുന്നു കുഞ്ഞുങ്ങൾ, അതോടൊപ്പം അമ്മ, സഹോദരങ്ങൾ, മറ്റു പ്രിയപ്പെട്ടവർ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അനുശോചനം അറിയിക്കുകയും ചെയ്യുകയാണ്. ഇനിയുള്ള നടപടിക്രമങ്ങളിൽ ജില്ലാ കളക്ടർ അവിടെ നിയമിതനായിട്ടുള്ള സ്പെഷ്യൽ ഓഫീസറുമായിട്ട് ആശയവിനിമയം നടത്തുന്നു. അപ്പോൾ ഇന്ന് തന്നെ രഞ്ജിതയുടെ സഹോദരങ്ങൾ അഹമ്മദാബാദിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം അവർ പോകും. അപ്പോൾ DNA സാമ്പിൾ എടുക്കുന്നത് ആവശ്യമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റും അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ഇന്നലെ തന്നെ ആശയവിനിമയം നടത്തിയിരുന്നു. എയർ ഇന്ത്യയുമായിട്ടും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവരവിടെ പോയി കഴിഞ്ഞതിന് ശേഷം മറ്റ് ഐഡൻറ്റിഫിക്കേഷൻ DNA സാമ്പിൾ എടുക്കണമെങ്കിൽ അതിനുള്ള ക്രമീകരണങ്ങൾ ഇത് ചെയ്യും. ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികളും സ്വീകരിക്കുന്നതാണ്. നന്ദു ഷാ വിവരങ്ങൾ നൽകും. നന്ദു, മന്ത്രി അവിടെ എത്തിയ ശേഷം ഇപ്പോൾ മടങ്ങിയോ? രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയേണ്ടതുണ്ട്, DNA പരിശോധന നടത്തേണ്ടതുണ്ട്. അതിനൊക്കെയായി ബന്ധുക്കൾ എപ്പോഴാണ് തിരിക്കുക? ദിവ്യ, ഇന്ന് വൈകിട്ടോടെ രഞ്ജിതയുടെ ഇളയ സഹോദരൻ രതീഷ് അഹമ്മദാബാദിലേക്ക് തിരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ആരോഗ്യമന്ത്രി അല്പം മുമ്പ് രഞ്ജിതയുടെ വീട് സന്ദർശിച്ച് കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. അവരുടെ കണ്ണീരിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ആരോഗ്യമന്ത്രിക്കായില്ല. ആരോഗ്യമന്ത്രിയും അവരുടെ വീട്ടുകാർക്കൊപ്പം വിതുമ്പിക്കരഞ്ഞുകൊണ്ടാണ് ആ വീട് വിട്ട് ഇറങ്ങിയത്. അതോടൊപ്പം വിവിധ മത മേലധ്യക്ഷന്മാരും അതോടൊപ്പം പത്തനംതിട്ട MP-യും MLA ജനീഷ് കുമാറുമൊക്കെ തന്നെ ഈ രഞ്ജിതയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ കനത്ത മഴയാണ് ഇവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴയൊക്കെ വകവയ്ക്കാതെയാണ് ഇവിടെയുള്ള നാട്ടുകാരും രഞ്ജിതയുടെ ബന്ധുക്കളും രഞ്ജിതയുടെ സുഹൃത്തുക്കളും ഒക്കെ ഇപ്പോൾ ഈ വീടിന്റെ പരിസരമാകെ തടിച്ചുകൂടിയിരിക്കുന്നത്. വീടിനുള്ളിൽ 2 കുഞ്ഞുങ്ങളും രഞ്ജിതയുടെ അമ്മയും ഇതുവരെയും അവരുടെ കണ്ണുനീർ തോന്നിട്ടില്ല. ഈ മഴ പോലെ തന്നെയാണ് അവരുടെ കണ്ണുനീരും ഇതുവരെ തോന്നിട്ടില്ല എന്ന് വേണം കരുതാൻ. ഏതായാലും 2 സഹോദരന്മാരിൽ ഒരാൾ പുറത്താണ്, വിദേശത്ത് ജോലി ചെയ്യുന്ന ആളാണ്. അദ്ദേഹവും ഇന്ന് തന്നെ നാട്ടിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 2 സഹോദരന്മാരും കൂടിച്ചേർന്നാവും ചിലപ്പോൾ അഹമ്മദാബാദിലേക്ക് പോകുന്നതെന്നും ഔദ്യോഗികമായി അറിയിപ്പിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ 2 പേരുടെയും തിരിച്ചറിയൽ രേഖകളടക്കം ജില്ലാ കളക്ടറേറ്റിൽ ഇപ്പോൾ ഹാജരാക്കിയിട്ടുണ്ട്. ജില്ലാ കളക്ടറേറ്റ് മുഖാന്തരമാണ് ഈ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ നേരിട്ട് അഹമ്മദാബാദിലെ സ്പെഷ്യൽ ഓഫീസറുമായി ഈ വിവരങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നുണ്ട്. 72 മണിക്കൂറാണ് DNA സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചാൽ ഫലം പുറത്തു വരാനായി ആവശ്യമുള്ളതെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ നടപടികളൊക്കെ കുറച്ചുകൂടി വേഗത്തിലാക്കാൻ ആണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ ആലോചിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അല്പം മുമ്പ് വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റു ആൾക്കാരുടെയൊക്കെ മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തു വിട്ടു, അതായത് ബന്ധുക്കൾക്ക് വിട്ടു നൽകി തുടങ്ങി എന്നുള്ള വാർത്ത ഇവിടെ വളരെയധികം ആശ്വാസത്തോടെയാണ് കേൾക്കുന്നത്. കാര്യം കാലതാമസമില്ലാതെ തന്നെ രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാനാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഈ ബന്ധുക്കൾക്കുള്ളത്. ഇന്ന് വീണ ജോർജ് എത്തി, അതോടൊപ്പം വിവിധ ജനപ്രതിനിധികളൊക്കെ തന്നെ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എന്തായാലും വാർത്ത അറിഞ്ഞുകൊണ്ട് നിരവധി ആളുകളാണ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രഞ്ജിതയുടെ മൃതദേഹം തിരിച്ചറിയാനും അതുപോലെ തന്നെ നാട്ടിലേക്ക് എത്തിക്കാനുമുള്ള നടപടികൾ അത് സർക്കാർ തലത്തിൽ വേഗത്തിലാക്കാൻ കഴിയുന്ന എല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് വീട് സന്ദർശിച്ച ശേഷം മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചത്. നന്ദുഷയാണ് വിവരങ്ങൾ നൽകിയത്.